ശരിക്കും എൻ്റെ ഓർമ്മയിൽ ഏറ്റവും അവസാനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടത് ദൂരദർശനിലോ DD4 എന്തോ ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വരുന്നു, മമ്മൂട്ടി അഭിനയിക്കുന്നു. കാണാൻ പോയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെങ്കിലും കണ്ടിറങ്ങുമ്പോൾ അത് കളറാകുന്നുണ്ട്. കാരണങ്ങൾ പലതാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നിങ്ങൾക്ക് നിറങ്ങൾക്ക് വളരെ പരിമിതിയുണ്ട്. 2 നിറങ്ങൾ, കറുപ്പും വെളുപ്പും, അത് മാത്രമേ പറ്റുകയുള്ളൂ. അതിനു മുകളിൽ നമ്മുടെ പ്രതീക്ഷ ഇന്ത്യാവിൻ മാപ്പെരും നടികർ മമ്മൂക്ക. 17-ാം നൂറ്റാണ്ടിൽ ഒരു അടിമക്കച്ചവടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു തേവൻ എന്നൊരു യുവാവ് ഒരു കൊടുമൺ ഇല്ലത്ത് പെട്ടുപോകുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ എടുക്കുന്ന ശ്രമങ്ങളും, ഇതാണ് സിനിമയുടെ ആകെ കഥ. ഒരു 2-3 വരിയിൽ ഞാൻ ഈ കഥ പറഞ്ഞു തീർത്തെങ്കിലും തുടക്കം മുതൽ ഒടുക്കം വരെ ഉദ്വേഗജനകമായിട്ട് പിടിച്ചിരുന്ന് പേടിക്കുക. അതായത് ഒരു കഥയുടെ അന്ത്യത്തിൽ നായകൻ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ വില്ലൻ എന്ത് സംഭവിക്കും എന്നതിനേക്കാൾ ഉപരി ആ മൊമെൻ്റ് എങ്ങനെയാണ് അവർ കഴിഞ്ഞു പോകുന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കാൻ പോകുന്നത്, അടുത്തത് എന്തോ ഒരു ചെന്നും വരുന്നില്ലേ, ഈ പേടിയെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് അതും 2 കളർ മാത്രം ഉപയോഗിച്ച് പ്രേക്ഷകനെ ഞെട്ടിക്കുക. രണ്ടാമത്തെ വിഷയം മമ്മൂക്കയാണ്. മലയാളികൾ ഒരിക്കലും പഠിച്ച് തീരാത്ത അല്ലെങ്കിൽ പകുതിയോളം എത്താത്ത ഒരു വിഷയം. അതിൻ്റെ വലിയൊരു അധ്യായമാണ് ഭ്രമയുഗത്തിൽ മമ്മൂക്ക കാണിച്ചു വച്ചിരിക്കുന്നത്. കൊടുമൺ പോറ്റിയായി എത്തുമ്പോൾ ചെറിയ ചിരികളിലൂടെ, നോട്ടങ്ങളിലൂടെ, ഒരു അനക്കങ്ങളിലൂടെ തന്നെ തൻ്റെ കഥാപാത്രത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ തൻ്റെ കഥാപാത്രം നൽകേണ്ട ഭയത്തിൻ്റെ വലിപ്പം അതിഗംഭീരമായി, അതിക്രൂരമായി മമ്മൂക്ക കാണിച്ചു വെക്കുന്നുണ്ട്. ഓരോ തവണയും മമ്മൂക്ക സ്ക്രീനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോകുമ്പോഴൊക്കെ ഇനി എന്ത് എന്നൊരു പേടി പ്രേക്ഷകന് ഭയങ്കരമായി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പേർ, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, 2 പേരും ഗംഭീരമായി അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സാധനം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട 3 കാര്യം സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ സംഗീതം എന്നതിന് പുറമേ മറ്റ് ചെറിയൊരു സൗണ്ട് ഡിസൈനിങ്ങിൽ ഗംഭീര പ്രകടനം കാണാൻ പറ്റും. ഈ മഴ ഇങ്ങനെ ചാറി വന്ന് നിറഞ്ഞു പെയ്യുന്നതും അതൊന്ന് വീണ്ടും ചാറി ഒതുങ്ങി പോകുന്നതൊക്കെ അസാധ്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ആർട്ടാണ്, ജ്യോതിഷ് ശങ്കറിൻ്റെ ആർട്ട്. ഒരു 17-ാം നൂറ്റാണ്ടിൽ പഴയ മന എങ്ങനെയായിരിക്കും, നമ്മുടെ മനസ്സിലുള്ളതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. മൂന്നാമത്തത് ക്രിസ്റ്റോ സേവൻ്റെ സംഗീതമാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, ആദ്യമേ സൗണ്ട് ട്രാക്ക് ഇറങ്ങി ഹിറ്റ് അടിച്ചതാണ്. പക്ഷേ ഇവിടെ സിനിമയിലേക്ക് എത്തുമ്പോൾ സിനിമയുടെ പല ഭാഗങ്ങളും കൃത്യമായിട്ട് ആ മ്യൂസിക് വന്ന് ചേരുന്ന കുറച്ച് മൊമെൻ്റുണ്ട്. കൃത്യം ആ ഒരു പേടി കയറി ഇറങ്ങിപ്പോകാൻ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. മൊത്തത്തിൽ ഭൂതകാലം എന്ന സിനിമയിലൂടെ അറ്റ്മോസ്ഫിയറിക് ഹൊറർ, ഒരു 2 പേരെ വെച്ചൊരു വീടിനകത്ത് വെച്ച് അസാധ്യമെന്ന് പറയാവുന്നൊരു സംഭവം ചെയ്ത രാഹുൽ സദാശിവൻ കുറച്ചുകൂടെ ബഡ്ജറ്റ് വലുതായി, കുറച്ചുകൂടെ ആക്ടേഴ്സ് വലുതായി, കുറച്ചുകൂടെ വലിയ പടം തന്നെ ചെയ്തിട്ടുണ്ട്, അതും ഗംഭീരമായിട്ട്. എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, എന്തുകൊണ്ട് പീരീഡ് സിനിമ, എന്തുകൊണ്ട് വീണ്ടും ഇതേ ഹൊറർ സിനിമ എന്നതിനൊക്കെയുള്ള ഉത്തരം കൃത്യമായിട്ട് ഭ്രമയുഗത്തിൽ എഴുതി പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വർഷങ്ങൾക്ക് ശേഷം തിയേറ്റർ റിലീസാകുന്നു, പോയി കണ്ടേക്കാം എന്നതിനപ്പുറത്തേക്ക് മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസ് ഉണ്ട്, അത് പോയി കണ്ടേക്കാം എന്നതിനേക്ക് അപ്പുറത്തേക്ക് ഒരു ഗംഭീര മിസ്റ്ററി ഹൊറർ സിനിമയാണ് ഭ്രമയുഗം. കാണണം, ഉറപ്പായി കാണണം.